ബേസിക് നീഡ് ഓഫ് എ വുമൺ. കാശ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ധൈര്യം വരും. ഈ ധൈര്യം വന്നു കഴിഞ്ഞാൽ കാശ് യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. ചിലർ ചോദിക്കും, ഓ കാശ് എന്ന് പറയുന്നത് സ്നേഹമാണ് വലുതെന്നുള്ളത്. ശരിക്കും അങ്ങനെയൊന്നല്ല. മരിച്ചാൽ പോലും നമ്മളെ ഖബറടക്കാൻ 1000 രൂപ വേണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൈസ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് അവർ പലതും ആവശ്യപ്പെടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. ഞാനിപ്പോൾ സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന മറ്റാരുമല്ല, സിലു ടോക്സിലെ നമ്മുടെ സ്വന്തം സൽഹ ബീഗം. സോ റെഡി? പേടിയുണ്ട്, എന്തൊക്കെയാണ് ഇപ്പം കൊണ്ടുവന്നേക്കണെന്ന് ആലോചിച്ചുകൊണ്ട്? ഇല്ല. ഓക്കെ, സോ ഞാൻ കാര്യത്തിലേക്ക് കിടക്കുന്നു. അത് തന്നെ, ലൈഫിലെ ഏറ്റവും കൂടുതൽ പ്രചോദനമായ സ്ത്രീ? എൻ്റെ അമ്മ, ദാദിമ എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പാടെ ഉമ്മ. വൈ? ദാദിമാക്ക് 7 മക്കളാണ്. ഈ മക്കളെ വെച്ചിട്ട് ഒരു കുഞ്ഞു പെട്ടിക്കടയൊക്കെ ഇട്ടിട്ടാണ് വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതും അതേപോലെ ഈ മക്കളെ ഒക്കെ നോക്കിയതും ഒക്കെ ദാദിമയാണ്. ഏകദേശം എൻ്റെ ലൈഫ് ആ ഒരു ലെവലിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഉമ്മ എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു പാവം, ബാക്കിയുള്ളവരെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാളാണ്, ആരെയും ബുദ്ധിമുട്ടിക്കാതെ. ആ ഒരു ദാദിമാന്റെ പുറകിൽ ഇങ്ങനെ 5 ആൺമക്കളും പിന്നെ ഞങ്ങളുടെ കുപ്പാമ്മ എന്ന് പറയുമ്പോൾ അവരൊക്കെ നിൽക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉള്ള ഒരു ഇതും, അവരൊരു രാജ്ഞിയെ പോലെയാണ് ഈ മക്കളുടെ ഇടയിൽ. ഭാവിയിൽ ഞാനൊരു രാജ്ഞിയാവും. ഏറ്റവും പ്രചോദനമായിട്ടുള്ള ഒരു സ്ത്രീപക്ഷ സിനിമ? ഹൗ ഓൾഡ് ആർ യു എന്ന് പറഞ്ഞ ഒരു ഫിലിമിൽ ആ ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം സ്ത്രീകൾ എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുത്തൊരു ഫിലിമാണ്. അങ്ങനെ ഒരുപാട് സിനിമ കാണില്ല, എങ്കിൽ പോലും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇത് തോന്നി. ഏറ്റവും ഇഷ്ടമുള്ള ഹീറോയിൻ? ഞാൻ പറഞ്ഞില്ലേ, എനിക്കങ്ങനെ ഹീറോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടം കൊണ്ട് നടക്കുന്ന ഒരാളല്ല. പക്ഷേ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടല്ല, മഞ്ജു വാര്യറിനെ തന്നെ അവരുടെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വനിതാ പൊളിറ്റീഷ്യൻ? ഇന്ദിരാഗാന്ധി. അവരുടെ ബോൾഡ്നെസ്, ഒരു ഇപ്പം പറയില്ലേ ലേഡീസ് അത് ചെയ്യാൻ പാടില്ല, പെണ്ണാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്ത്യനെ തന്നെ ഭരിച്ചിട്ടുണ്ട് ഒരു പെണ്ണ്. ഏറ്റവും നല്ലൊരു ഭരണകാലം അവർ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ട് മരിച്ചൊരു സ്ത്രീയും കൂടിയാണ്. അപ്പോൾ അവർ തന്നെയാണ് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ഓടല്, ചാടല്, പാട്ട്, ഡാൻസ്, കുട്ടീനെ താരാട്ട് പാട്ടുമ്പോൾ ഞാനാണ് നല്ല പാടുന്ന ആള്. പിന്നെ സ്പോർട്സിലാണെങ്കിൽ വീട്ടിൽ കിടന്ന് ഈ ഓടുന്ന ഓട്ടത്തിൽ ഞാനാണ്. എല്ലാ സ്ത്രീകളും ആ ഒരു ലെവലില് സ്പോർട്സിൽ അവർ തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെൺപേര്, ഒരു പെൺകുട്ടിയുടെ പേര്? സുബൈദ. എൻ്റെ അമ്മ. അതിന് മുകളിലേക്ക് ഒന്നും ചോദിക്കാനില്ല. ഫേവറേറ്റ് മേക്കപ്പ് ടൂൾ? മേക്കപ്പ് ഒക്കെ എങ്ങനെയാ, നല്ലോണം ചെയ്യാറുണ്ട്? എങ്ങനെയായിരുന്നു? ആക്ച്വലി ഇതിനു മുമ്പ് എൻ്റെ ആകെ ഉണ്ടായിരുന്നത്, അതായത് യൂട്യൂബിലേക്ക് നമ്മളിങ്ങനെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നത് ഒരു ഐബ്രോ പെൻസിൽ, പിന്നെന്താണ് ഒരു ഫൗണ്ടേഷൻ. അതെൻ്റെ കസിൻ എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്, എന്താന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഉണ്ടല്ലോ എല്ലാ ബ്രാൻഡായാലും നമുക്ക് ഇങ്ങോട്ട് അയക്കുന്നുണ്ട്. ഫ്രീ ആയിട്ട് സാധനം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഫ്രീ എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ അധ്വാനം ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാനത് വീഡിയോസിന് വേണ്ടി യൂസ് ചെയ്യുന്നു എന്നാണ് ഉള്ളത്. അല്ലാതെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് എന്നങ്ങനെ പറയാൻ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. മോയ്സ്ചറൈസർ ഇഷ്ടമാണ്, ജസ്റ്റ് അത് മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ തന്നെ നല്ല ഗ്ലോ വരുമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബേസിക് നീഡ് ഓഫ് എ വുമൺ? കാശ്, അതായത് പൈസ വേണം, സ്വാതന്ത്ര്യം വേണം, പിന്നെ എഡ്യൂക്കേഷൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിന് ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. കാശ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ധൈര്യം വരും. പിന്നെ ഈ കാശ് വന്നു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം, അത് യൂസ് ചെയ്യാനുള്ള, ഈ ധൈര്യം വന്നു കഴിഞ്ഞാൽ കാശ് യൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടും. സ്വാതന്ത്ര്യം എടുക്കാതെ നമ്മുടെ കയ്യിലാണ്, നമ്മുടെ പൈസയാണെന്നുള്ളത് വരും. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. ഇതിനൊക്കെ ബേസ് ആയിട്ട് വേണ്ടത് എഡ്യൂക്കേഷൻ. ഒന്നും അല്ലെങ്കിൽ എൻ്റെ എഡ്യൂക്കേഷൻ ഉണ്ട്, എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ചിലർ ചോദിക്കും, ഓ കാശ് എന്ന് പറയുന്നത് സ്നേഹമാണ് വലുതെന്നുള്ളത്. ശരിക്കും അങ്ങനെയൊന്നല്ല. ആദ്യം നമുക്ക് ഈ ഭൂമിയിൽ, എൻ്റെ അത്ത പറയുന്നൊരു സംഭവമാണ്, മരിച്ചാൽ പോലും നമ്മളെ ഖബറടക്കാൻ 1000 രൂപ വേണം. പൈസ ഇല്ലാതെ ആരെങ്കിലും ഖബറടക്കുമോ? അതിനുള്ള സംഭവങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ വേണം. അപ്പോൾ ബേസിക്കായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് പൈസ വേണം. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും മുന്നിൽ പോയി നിൽക്കുന്ന സമയത്ത് അവർ പലതും ആവശ്യപ്പെടും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം. സോ അത് വേണം. ഞാൻ എന്താ സംഭവം എന്നറിയാം, വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ തള്ളാൻ വേണ്ടിയിട്ട് പറയുന്നൊന്നല്ല. അങ്ങനെ കുത്തിയിരുന്ന് വീഡിയോസ്
എനിക്ക് കാണാൻ ടൈം കിട്ടാറില്ല. നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയിട്ടുണ്ടാകും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു നോർമൽ ഒരു വീട്ടിൽ 1-2 മക്കളുണ്ടെങ്കിൽ തന്നെ നമുക്ക് പണികൾ തീരൂല. നമ്മുടെ സ്ത്രീകൾ ഇതിൻ്റെ കൂടെ ജോലിക്ക് പോകുന്ന ഒരാളാകുമ്പോൾ പിന്നെ പറയേ വേണ്ട. പിന്നെ അതും കഴിഞ്ഞിട്ട് ഇത് ഈ എഡിറ്റിംഗ്, ഒരുപാട് പേര് ചോദിക്കും എഡിറ്റിംഗ് അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ എന്ന്. ഒരിക്കലും എനിക്ക് അതും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 5-6 പേര് ചെയ്യുന്ന പണി ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും വരുമ്പോൾ വീഡിയോസ് കാണാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഫേവറിസം ആരോടും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ തന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് ഫുള്ളി കവർ ചെയ്യുന്ന പോലെയുള്ള കുർത്താസ് ഇഷ്ടമാണ്, ലെഹങ്ക ഇഷ്ടമാണ്, പിന്നെ ഫുൾ ഡ്രസ് ആയിട്ടുള്ളത് ഇഷ്ടമാണ്, അബായ ഇഷ്ടമാണ്. ഓക്കെ, സോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് വുമൺ, അതും ഞാൻ തന്നെ സൽഹ ബീഗം എന്ന് പറഞ്ഞേക്കരുത്, വേറെ ആരെങ്കിലും പറയണോ? ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരില്ലേ ഒത്തിരി കഷ്ടപ്പെട്ട്. ഇന്നാൾ നമ്മൾ വഴിയിൽ പോകുന്ന സമയത്ത് ബിരിയാണി വെക്കുന്ന ചേച്ചിമാരെ കണ്ടു, അവർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ ഒത്തിരി പേര് വീട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഏണിങ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കഷ്ടപ്പെടുന്ന സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, വേറെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ തിരക്കിനല്ല ഒരു ദിവസമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ സമാധാനത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹമൊന്നും ഇല്ലേ? ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ജീവിതത്തിൽ എന്തെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും സാധാരണ ഒരു പെണ്ണുങ്ങളെ പോലെ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിച്ച് കറക്റ്റ് സമയത്തിന് ഉറങ്ങി മക്കളുടെ കൂടെ ഹാപ്പി ആയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോയിട്ട് ജീവിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് നടക്കുമോ എന്നുള്ളത്. പക്ഷേ അത് ഞാൻ അങ്ങനെ ആഗ്രഹിച്ചാലും ഞാൻ ബ്ലെസ്ഡ് ആണ്. ഒരുപാട് പേര് എത്രയോ ബുദ്ധിമുട്ടിയിട്ട് പോലും ഒന്നും ഏണിങ് ചെയ്യാനോ അവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനോ പറ്റുന്നില്ല. അപ്പോൾ ആരും നേരത്തിന് ഉറങ്ങി നേരത്തിന് ഉണ്ടും ജീവിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് എന്തെങ്കിലും സമൂഹത്തിൽ നേടി എന്ന് പറയാൻ നമുക്കങ്ങനെ കഴിയില്ല. സോ എനിക്ക് അതെങ്കിലും പറ്റുന്നുണ്ട്. അത് ഞാൻ സോ ബ്ലെസ്ഡ് ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ എൻ്റെ ബാക്കിയുള്ള ആഗ്രഹങ്ങളോട് ചെയ്യാൻ പറ്റുന്നത്. എൻ്റെ ആഗ്രഹത്തിൻ്റെ കൂടെ എന്നെ ആശ്രയിക്കുന്ന ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് ഒരു നേരം ഭക്ഷണം അവർ എൻ്റെ കൈകൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്തുള്ള അവരുടെ ആ ഒരു സന്തോഷം കിട്ടുന്നതും ഞാനിങ്ങനെ ഉറങ്ങാതെയും അല്ലെങ്കിൽ ഉണ്ണാതെയും ഇരിക്കുന്നത് കൊണ്ടാണ് അവർ അത്രയും പേര് സന്തോഷത്തോടെ ഇരിക്കുന്നത്. അതാലോചിക്കുമ്പോൾ എൻ്റെ റെസ്റ്റ് ടൈം ഒന്നും വലിയൊരു സംഭവമല്ല. ഭയങ്കര ഹാപ്പിയാണ് അത് ആലോചിക്കുന്ന സമയത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ത്രീയെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സിലൂടെ കാഴ്ചപ്പാടിൽ അത് എങ്ങനെയായിരിക്കും? ത്യാഗം ചെയ്യുന്നത്. ജനിച്ചപ്പോൾ മുതൽ, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനിച്ചപ്പോൾ മുതൽ ഒരു പെൺകുട്ടി ജീവിക്കുന്നത് അവരുടെ പാരൻസ് പറയുന്നതിനനുസരിച്ച് അവരുടെ ഇഷ്ടങ്ങൾക്കാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുവരെ അവർ പറയും വിവാഹം കഴിഞ്ഞതിന് ശേഷം നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ പോകുമ്പോൾ നീ എങ്ങനെ വേണമെങ്കിൽ ആയിക്കോ, പക്ഷേ ഇപ്പോൾ ഞങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണം എന്ന്. വിവാഹ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവരുടെ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ത്യാഗം ചെയ്യുന്നു. അവിടെയും സ്വന്തം ആഗ്രഹങ്ങളെ ത്യാഗം ചെയ്യുന്നു. പിന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോലുള്ള ഇതുണ്ടാവില്ല. നമുക്കൊന്ന് നേരെ ഉറങ്ങാൻ പോലും പറ്റില്ല. ഒരു 100 പ്രാവശ്യം ബാത്റൂമിലേക്ക് പോകണം. അവിടെയും സ്വന്തമായിട്ടുള്ള സുഖങ്ങളും എല്ലാം ത്യാഗം ചെയ്യുന്നു. പിന്നെ അതിനുശേഷം പിന്നെ മക്കളുടെ ആഗ്രഹങ്ങൾ എന്താണോ അതിനനുസരിച്ച് ജീവിക്കുന്നു. സ്വന്തം ആവശ്യങ്ങൾ ത്യാഗം ചെയ്യുന്നു. ഏറ്റവും ലാസ്റ്റ് അവസാനം വയസ്സായി കിടക്കുന്ന സമയത്ത് ഈ മക്കളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ ഓവർകം ചെയ്യാനുള്ള ശക്തി അവളുടെ ഉള്ളിലുണ്ട്. അവൾ എന്നാണോ അത് തിരിച്ചറിയുന്നത് അന്ന് ഈ ത്യാഗം എന്നുള്ളത് മാറി സന്തോഷവും മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ എന്നാവാനും കഴിയും. പക്ഷെ അതെല്ലാവരും എടുക്കുന്നില്ല. കാരണം കംഫർട്ട് സോണിൽ നിന്നും പുറത്തേക്ക് വരാനുള്ള മടി. ഇതിൻ്റെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ജീവിക്കുന്നത്. അതേസമയം പിന്നീട് നമ്മളെ ഒരുപാട് പേര് ഡിപ്പെൻഡ് ചെയ്യും. അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടി വരും എന്നുള്ളത്. നമുക്ക് ഒരാളോട് പോയി ചോദിക്കുന്നത് ഭയങ്കര എളുപ്പമാണ്. എനിക്ക് അത് ചെയ്തുതരോ ഇത് ചെയ്തുതരോ, ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിച്ച് ത്യാഗം സഹിച്ചിരിക്കാം. അതേസമയം എന്നോട് ഒരാൾ വന്ന് ചോദിക്കണം അമ്മ എനിക്ക് അത് വേണം അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടാന്ന് പറയുമ്പോൾ ഞാനിവിടെ പണിയെടുക്കണം, ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരണം. ആ ഒരു മടി നമ്മുടെ ബ്രെയിന് നമ്മുടെ ഷട്ട് ഡൗൺ ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. ആ ഷട്ട് ഡൗൺ ചെയ്ത ഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് വരാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ നിങ്ങളെ തടയാൻ ആരെ കൊണ്ടും സാധിക്കൂല. കാരണം സ്ത്രീക്ക് അത്രയും പവർ ഉണ്ട്. ഒരു പുരുഷനേക്കാളും വിൽ പവർ. ആരോഗ്യപരമായിട്ടല്ല പറയുന്നത്, അതെന്തുകൊണ്ടും പുരുഷൻ തന്നെയാണ്. പക്ഷെ വിൽ പവർ മാനസികമായിട്ടാണെങ്കിലും എല്ലാം കൊണ്ടും എല്ലാം സഹിക്കാനും അല്ലെങ്കിൽ നേടിയെടുക്കാനുള്ള പവർ എന്തുകൊണ്ടും സ്ത്രീക്കാണ് കൂടുതലായിട്ടുള്ളത്. സോ അത് പുറത്തേക്ക് വരണം എന്ന് മാത്രം. നമ്മളത് തിരിച്ചറിയണം. നമ്മളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയാം, പുറത്തേക്ക് വരിക, എൻജോയ് ചെയ്യൂ. അടുത്തൊരു കുസൃതി ചോദ്യം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അതിന് ജെൻഡർ വെച്ചിട്ട് അതിനെ തരംതിരിക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ലേഡി ഫുഡ് എന്ന കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്നത് ഏതായിരിക്കും?
ഡ്രാഗൺ ഫ്രൂട്ട്. വൈ ഡ്രാഗൺ? അതില് റെഡ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. സ്ത്രീകളെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ശോകാണെന്നാണോ? പൊതുവെ ഇപ്പൊ മൃഗങ്ങളില് പുരുഷന്മാരാണ് ഭംഗിയുള്ളത്, സ്ത്രീകൾ ഭംഗി ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യന്മാരിൽ എന്തുകൊണ്ടും സ്ത്രീകളല്ലേ ഒരു ഭംഗി എന്നൊക്കെ പറയുമ്പോ. ഞാനതിനെ എതിർക്കും. പിന്നെ ഞാൻ നിങ്ങളൊരു അല്ല, വേണമെങ്കിൽ നിങ്ങളെ എക്സെപ്ഷൻ ആക്കാൻ പോരാ. പക്ഷെ നിങ്ങൾ ഗസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിന് മാനിക്കാം, റെസ്പെക്ട് തരുന്നു. നിങ്ങൾ ചോദിച്ചോണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. നമ്മൾ കട്ട് ചെയ്യുമ്പോ അതിന് കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് അറിയോ. കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും അല്ല, ചിലതൊക്കെ നല്ല മധുരം ഉണ്ടാവും, ചിലത് കഴിക്കാൻ കൊള്ളൂല. അതെല്ലാത്തിലും ഉണ്ടാവുമല്ലോ. സൈനബുൽ ഗസാലി. ഇത്ര നേരം നിങ്ങൾക്ക് അറിയണല്ലേ ചോദിച്ചത്. അപ്പോൾ ഞാൻ എനിക്കറിയണ പറഞ്ഞു. അവരുടെ ജീവിതകഥ ഉണ്ട്, അത് വായിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു, ഒന്നും അനുഭവിച്ചിട്ടില്ല. ഒരു ജയിലിൽ കിടന്നിട്ടൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അനുഭവിക്കുന്ന സംഭവങ്ങളൊന്നും അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മുമ്പ് എൻ്റെ ഉപ്പ വായിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിത്തരുന്ന പുസ്തകങ്ങളിൽ ഒന്നായിരുന്നു ആ ഒരു പുസ്തകം. വായിക്കാത്തവരുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. പുസ്തകത്തിന്റെ പേരെന്താ? സൈനബുൽ ഗസാലി. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് പറഞ്ഞാൽ തന്നെ അറിയും. അത്രയും ഒരാൾ പുറത്തുനിന്നും നോക്കി നിൽക്കുക, ടോയ്ലറ്റിലേക്ക് പോകണം, പക്ഷെ എന്ത് ചെയ്യും? അവരുടെ ജീവിതകഥയാണ് അതിൽ പറയുന്നത്. ഒരു പെണ്ണായിക്കൊണ്ട് എങ്ങനെയൊക്കെ അനുഭവിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതോടുകൂടി ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഹാപ്പി. താങ്ക് യു.